ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. 2025 മാറിയ പുതിയ പാഠപുസ്തകമാണിത്. ഈ പുതിയ പാഠപുസ്തകത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കേരള പാഠാവലി 10ാം ക്ലാസ്സിൻ്റേതാണ്. ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ? യൂണിറ്റ് ഫസ്റ്റ്, ആദ്യത്തെ യൂണിറ്റ് ആണ് ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും, അതായത് അതിലെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. എല്ലാ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും നമ്മുടെ ഈ വീഡിയോയിലേക്കും നമ്മുടെ ഒരു ക്ലാസ്സിലേക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. അപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് വായിക്കാവുന്നതാണ്. വാക്കുകൾ പൂക്കുന്ന പൊയ്ക, നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യമാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യം. അതായത് സ്വാതന്ത്ര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഫ്രീഡം. ആ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. അത് വേറൊരു രീതിയിലാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മാത്രം. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളിലെ പാഠസന്ദർഭം ആദ്യം ഒന്ന് ഞാൻ വായിക്കാം. ബാക്കിയുള്ളത് ഞാൻ ഇതിൽ വായിക്കില്ല. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം ഉൾപ്പെടുന്ന ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി. അപ്പോൾ വിദർഭയിലെ രാജാവാണ് ഭീമൻ. ഭീമന്റെ മകളാണ് ആര്? ദമയന്തി. നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു. അപ്പം നാരദ മഹർഷി, നിങ്ങൾ കഥയിലും നമ്മൾ ടി വിയിലും സിനിമയിലും ഒക്കെ കാണുന്ന സമയത്ത് നാരദ മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും അല്ലേ? സിനിമകളിലൂടെയും പല ടി വി സീരിയലുകളിലൂടെയൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, നാരദ മഹർഷി. അപ്പോൾ ദമയന്തിയുടെ ഗുണഗണങ്ങളെല്ലാം കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ. അപ്പോൾ നിഷധ രാജാവാണ് നളൻ. ദമയന്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അവളുടെ ഗുണഗണങ്ങളും ഒക്കെ കേട്ടറിഞ്ഞിട്ട് പ്രണയവിവശനാവുകയാണ്. അവളോടൊരു ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ, ഉദ്യാനം പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ കാണാനിടയായ സ്വർണ്ണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം. അപ്പോൾ അയാൾ നടക്കുന്ന സമയത്ത് നല്ല സ്വർണ്ണ കളറുള്ള ഒരു ഹംസത്തെ കാണും, ഒരു അരയന്നത്തെ കാണുകയാണ്. ആ അരയന്നത്തെ അയാൾ പിടിക്കും. അതാണ് പാഠത്തിൻ്റെ ഒരു സന്ദർഭം വരുന്നത്. ശേഷം പറയുന്നത് ഈ ഹംസവും നമ്മളുടെ നളനും ഒക്കെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നളചരിതം ആട്ടക്കഥ, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വായിക്കാൻ കൊടുത്തിരിക്കുന്നത്. വായിക്കുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം. നിരവലംബം മമ കുടുംബവും ഇനി. തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? അപ്പോൾ ഈ നിരവലംബം മമ കുടുംബവും ഇനി എന്ന് പറയുന്നത് ഹംസമാണ് കേട്ടോ. ആ പാഠത്ത് നിങ്ങൾക്ക് ഈ വരികൾ കാണാൻ സാധിക്കും. ഹംസം പറയുന്ന വരികളാണ്. തന്നെ നളൻ രാജാവ് പിടികൂടിയപ്പോൾ തനിക്ക് ആപത്ത് വന്നു, ഇനി തൻ്റെ കുടുംബത്തെ ആര് നോക്കുമെന്നാണ് അവിടെ ചിന്ത. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് നോക്കാം. ഉത്തരം: നളചരിതം ആട്ടക്കഥ ആടിക്കാണാൻ വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്താവുന്ന ഒരു കൃതിയല്ല. മറ്റ് സാഹിത്യകൃതികൾ പോലെ വായിച്ച് രസിക്കാനും കൊള്ളാം. നാടകത്തിലും നോവലിലുമൊക്കെ ഉള്ളതുപോലെ വിദഗ്ധമായ കഥാപാത്ര സൃഷ്ടിയാണ് നളചരിതത്തിലും കാണുന്നത്. നമ്മുടെ പാഠഭാഗത്ത് 2 കഥാപാത്രങ്ങളാണ് പ്രത്യക്ഷപ്പെടുന്നത്, ഹംസവും നളനും. അവരിൽ ഹംസം എന്ന കഥാപാത്രത്തിനാണ് മിഴിവ് കൂടുതൽ. കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മാതാപിതാക്കളുടെയും ഭാര്യയുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ഹംസത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഉണ്ണായി വാര്യർ തുറന്നു കാട്ടുന്നത്. അപ്പോൾ ഈ നളചരിതം ആട്ടക്കഥ എഴുതിയ ആളാണ് കേട്ടോ ഉണ്ണായി വാര്യർ. അദ്ദേഹം പറയുന്നത് ഇതാണ് അതിൻ്റെ മീനിങ്. അതായത് പക്ഷിയിൽ മാനുഷിക ഭാവം ആരോപിക്കുന്നതിൽ വാര്യർ വിജയിച്ചിരിക്കുന്നു എന്നർത്ഥം.
എല്ലാ വിശേഷ ബുദ്ധിയും തികഞ്ഞ കഥാപാത്രമാണ് ഹംസം. അരയന്നം അല്ലെ. താമരപ്പൊയ്കയിൽ താമരകൾക്കിടയിൽ ഉറക്കത്തിലായിരുന്ന തന്നെ തൻ്റെ ഭംഗിയിൽ ആകൃഷ്ടനായി രാജാവ് പിടിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ കൊല്ലാൻ വേണ്ടിയാണെന്ന് ഹംസം തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ രാജാവ് തന്നെ പിടിച്ചത് കൊല്ലാനായിരിക്കുമെന്നാണ് ആര് വിചാരിച്ചത്? ഈ ഹംസം വിചാരിക്കുന്നത്. ഭയന്നുപോയ ഹംസം രാജാവിനോട് യാചിക്കുന്നു. തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അനാഥരായി പോകുന്ന കുടുംബാംഗങ്ങളെക്കുറിച്ച് രാജാവിനെ ഓർമ്മിപ്പിക്കുന്നു. തന്നെ ആശ്രയിച്ചു കഴിയുന്ന വിധവയായ അമ്മയെയും ഭാര്യയെയും ഓർത്ത് തന്നെ കൊല്ലരുതെന്ന് അരയന്നം രാജാവിനോട് അപേക്ഷിക്കുന്നു. അപ്പോൾ തന്നെ കൊല്ലരുത്, തനിക്കൊരു അമ്മയുണ്ട്, വിധവയായ ഒരു അമ്മയാണ്, അച്ഛനില്ല, അതേപോലെ ഒരു ഭാര്യയുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ താൻ മരിച്ചു പോയാൽ എന്തു ചെയ്യും, അതുകൊണ്ട് തന്നെ കൊല്ലരുത് എന്ന് അപേക്ഷിക്കുകയാണ്. മാതാപിതാക്കളെ അതിരറ്റു ബഹുമാനിക്കുകയും ഭാര്യയോട് ഉത്തരവാദിത്വം പുലർത്തുകയും ചെയ്യുന്ന ഉത്തമനായ ഒരു കുടുംബനാഥനെയാണ് ഹംസത്തിൽ നാം കാണുന്നത്. അടുത്ത പ്രവർത്തനമാണ് നിങ്കൽ സ്നേഹമേ വിഹിതം ന മയാ ദ്രോഹമിതു പൊഴുതുമരക ഗവര ഗുണനിധേ. വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നളന്റെ കഥാപാത്ര നിരൂപണമാണ് കേട്ടോ. നോക്കാം. നളചരിതം ആട്ടക്കഥ 1-ാം ദിവസത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള പാഠഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ മികച്ച കഥാപാത്രമാണ് നളൻ. ആദ്യത്തെ കഥാപാത്രം ഹംസമായിരുന്നു. രണ്ടാമത്തെ മികച്ച കഥാപാത്രം നളൻ നിഷധ രാജാവിലെ മഹാരാജാവാണ്. നിഷധ രാജ്യത്തിലെയാണ് കേട്ടോ. രാജ്യത്തിലെ നാക്കുക അതിനെ. നിഷധ രാജ്യത്തിലെ മഹാരാജാവാണ്. അദ്ദേഹം നീതിനിഷ്ഠനും വിദഗ്ധനുമായ ഭരണാധികാരിയാണ്. നീതി മനുഷ്യപ്രജകൾക്ക് മാത്രമല്ല രാജ്യത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായി ലഭിക്കണമെന്ന് നിർബന്ധമുള്ള രാജാവാണ്. ദമയന്തി എന്ന സുന്ദരിയായ രാജകുമാരിയോട് പ്രണയം തോന്നിയതിൻ്റെ ഫലമായി തൽക്കാലം മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നളന് കഴിയുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഉലാത്തുക നടക്കുകയാണ് കേട്ടോ. ഇതിനിടയിലാണ് യാദൃച്ഛികമായി താമരപ്പൊയ്കയിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള അരയന്നത്തെ കാണുന്നതും കൗതുകം കൊണ്ട് അതിനെ പിടിക്കുന്നതും. പക്ഷേ ഹംസത്തിന്റെ ദയനീയമായ പരിദേവനം കേട്ടതോടെ രാജാവിൻ്റെ മനസ്സ് അലിയുന്നു. തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഹംസത്തോട് ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് രാജാവ് തുറന്നു പറയുന്നു. അപ്പം നളൻ അരയന്നത്തെ പിടിച്ചത് കൊല്ലാനല്ല, ഉപദ്രവിക്കാനല്ല എന്നുള്ള കാര്യം നളൻ ഹംസത്തോട് തുറന്നു പറയുകയാണ് കേട്ടോ. രാജാധികാരമൊന്നും പ്രയോഗിക്കാതെ നിസ്സാരനായ ഹംസത്തെയും തൻ്റെ പ്രിയപ്പെട്ട പ്രജയായി കരുതി സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി നൽകാനാണ് നളൻ തയ്യാറായത്. നളന്റെ ഈ സഹജീവി സ്നേഹവും കാരുണ്യവും ദയാവായ്പും മറ്റു രാജാക്കന്മാരിൽ അപൂർവമായിരിക്കും. ഹംസത്തിന്റെ കഥ കേട്ടയുടൻ മറ്റൊന്നും ആലോചിക്കാതെ ക്ഷമാപണത്തോടെ ഹംസത്തെ നിരുപാധികം വിട്ടയക്കാൻ തയ്യാറാവുന്ന നളന്റെ മഹാമനസ്കത അഭിനന്ദനീയമാണ്. അടുത്ത ചോദ്യം. ദ്രോഹമിതു പൊഴുതുമരക ഗവര ഗുണനിധേ ഗേദമരുതുതേ പറന്നിച്ഛയൊത്ത വഴി ഗച്ഛനി. ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ, ഇത് കാവ്യഭാഗത്തിന്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക. റിപ്പീറ്റേഷൻ വരുന്നുണ്ട് അല്ലേ, ചില അക്ഷരങ്ങൾ, അതുപോലെയുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആട്ടക്കഥകൾ പ്രധാനമായും ആടിക്കാണാനാണ് ഉണ്ടാക്കാറുള്ളത്. ആട്ടത്തിന് അകമ്പടിയായി സംഗീതവും ഉണ്ടാവണം. അതായത് സംഗീതപ്രധാനമായ പദങ്ങളാണ് ആട്ടക്കഥയ്ക്ക് വേണ്ടത്. ഈ തത്വം മറ്റ് ആട്ടക്കഥാകാരന്മാരെ പോലെ ഉണ്ണായി വാര്യരും ഗ്രഹിച്ചിട്ടുണ്ട്. കാവ്യഭാഗത്തിന്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കാനായി ഭംഗിയുള്ള പദങ്ങൾ പ്രയോഗിക്കാൻ കവി ശ്രമിച്ചിട്ടുണ്ട്. ഒരേ അക്ഷരത്തിന്റെ ആവർത്തനം, ആദ്യാക്ഷരത്തിന്റെയും അന്ത്യാക്ഷരത്തിന്റെയും ആവർത്തനം, ഒരേ താളവും ഈണവുമുള്ള പദങ്ങളുടെ ആവർത്തനം എന്നിങ്ങനെ പല വിദ്യകളും ചൊല്ലഴക് വർദ്ധിപ്പിക്കാനായി കവി പ്രയോഗിക്കുന്നുണ്ട്. ഇനി പാഠഭാഗത്തു നിന്നുള്ള ഉദാഹരണങ്ങൾ പരിശോധിക്കാം.
നോക്കൂ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ വരികൾ. അഭിജമമ ദൈത ദൈത കളിയല്ല നദി ചിരസൂത പ്രാണൻ കളയുമതി വിതുര. ഈ വരികളിലെ അന്ത്യാക്ഷരങ്ങളെല്ലാം ഒരേ താളത്തിലും ലയത്തിലും ഉള്ളതാണ്. ലാസ്റ്റ് വരുന്ന ഇതാണ് അന്ത്യാക്ഷരത്തിൽ എടുക്കുക കേട്ടോ. അടുത്തത് പിന്നെ റിപ്പീറ്റേഷൻ വരുന്ന വരികളാണ് തന്നിരിക്കുന്നത്. ഇതുപോലെ മണികനകം ദേഹമനുപമിതം കാണാൻ മോഹപരമുദിതം. കണ്ടോ, അനുപമിതം മുദിതം. കണ്ടോ, അതുപോലെ ഇവിടെ ഒരു ജനകമുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ കനകം. പിന്നെ ഇച്ഛയ്ക്കൊത്ത വഴി ഗച്ഛ അങ്ങനെ വരുന്നതാ. പിന്നെ അമരക, ഇവിടെ ഒരു വര. കണ്ടോ, ഇതെല്ലാം അങ്ങനെ റിപ്പീറ്റേഷനിൽ വരുന്നതാണ് കേട്ടോ. അങ്ങനെ റിപ്പീറ്റേഷനിൽ വരുന്നതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാഠത്തിന് കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ്. അപ്പോൾ ഉണ്ണായി വാര്യരുടെ രചനാശൈലിയിൽ ഇത്തരം സവിശേഷതകളാണ് ആട്ടക്കഥ ഇത്രമാത്രം രസനീയമാക്കിയത്. അടുത്തത്, ചെറുതും പിഴ ചെയ്യാതൊരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവ ഭൂപതേ. അപ്പോൾ ഇത് ഹംസം പറയുന്നതാണ്. ഞാൻ ഒരു തെറ്റും ചെയ്യാത്തൊരു പാപം ചെയ്യാത്തൊരു ഹംസമാണ്, എന്നെ കൊന്നാൽ നിങ്ങൾക്ക് പാപം വരുമെന്ന് ഹംസം രാജാവിനോട് പറയുന്നുണ്ട്. ഹംസത്തിന്റെ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലുന്നയാളിന് വലിയ പാപമുണ്ടാകുമെന്നും ഹംസത്തിന്റെ വാക്കുകളിൽ ഭാരതീയമായ ധർമ്മശാസ്ത്രങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്പർശമുണ്ട്. തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെട്ടുകൂടാ എന്നത് സർവ്വവിദിതമായ നിയമമാണല്ലോ. ഈ നിയമം ലംഘിക്കപ്പെട്ടാൽ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ നശിക്കുമെന്നാണ് ഹംസം ധ്വനിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവിൽ നിന്നും ഇത്തരമൊരു കൈപ്പിഴ ഒരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ്. അല്പമെങ്കിലും പിഴ ചെയ്യുന്നവനെ വേണമെങ്കിൽ ശിക്ഷിക്കാമെന്ന ഒരു ധ്വനി ഹംസത്തിന്റെ വാക്കുകളിലുണ്ട്. ദയാർഹനായ ഒരു വ്യക്തിക്ക് നേരെയുള്ള അതിക്രമം തീർച്ചയായും തെറ്റുതന്നെയാണ്. ഇരയുടെ അവകാശങ്ങളുടെ ലംഘനവുമാണത്. അതുകൊണ്ടാണ് ഹംസം ഇക്കാര്യം രാജാവിനെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്തത്, അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമ്മുടെ പല ഗുണങ്ങളും നമ്മളെ ദോഷത്തിലേക്ക് നയിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഉത്തരം ഒന്ന് നോക്കാം. ആളുകളുടെ ഗുണങ്ങൾ പലപ്പോഴും അവർക്ക് ദോഷമായി ഭവിക്കാറുണ്ട്. നമ്മളുടെ പല നല്ല ക്വാളിറ്റീസും നല്ല കാര്യങ്ങളും ദോഷമായിട്ട് വരാറുണ്ട് എന്ന ഹംസത്തിന്റെ നിരീക്ഷണം വളരെ ശരിയാണ്. ഹംസത്തിന്റെ സൗന്ദര്യവും മധുരമായ സ്വഭാവവും ഒക്കെയാണല്ലോ രാജാവിനെ ആകർഷിച്ചത്. എത്രയോ ഹംസങ്ങൾ പൊയ്കയിൽ ഉണ്ടായിരുന്നിട്ടും സ്വർണവർണ്ണമായ ഈ പ്രത്യേക ഹംസത്തെ തന്നെ പിടിക്കാൻ രാജാവിനെ പ്രേരിപ്പിച്ചത് അതിന്റെ വിശേഷപ്പെട്ട സൗന്ദര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പൊ ഈ ഒരു ഹംസത്തിന്റെ സൗന്ദര്യം തന്നെയാണ് ഹംസത്തെ പിടികൂടാൻ രാജാവിനെ പ്രേരിപ്പിച്ചത് അല്ലേ? അപ്പൊ അത് നമുക്കറിയാം, കുറച്ച് സൗന്ദര്യം കൂടുതലാണെങ്കിൽ എല്ലാവരുടെയും ആകർഷിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്. സൗന്ദര്യം കൂടുതലുള്ളവർ പെട്ടെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കും. ഇപ്രകാരം ശ്രദ്ധാകേന്ദ്രമായാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ഒരുപാട് സൗന്ദര്യം ഉണ്ടെങ്കിലും അതും ദോഷമാണ്. രാജാവ് മാന്യനായതുകൊണ്ട് ഹംസം വേഗം സ്വതന്ത്രനായി. രാജാവ് മാന്യനല്ലെങ്കിലോ ഈ ഹംസത്തെ കൊന്നിട്ടുണ്ടാവും അല്ലേ? എന്നാൽ എല്ലാ അവസരങ്ങളിലും ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഒറ്റ തിരിഞ്ഞ് സഞ്ചരിക്കുന്ന സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതെല്ലാം ഇതിനൊരു കാരണമാണ്. ദാനശീലം, ദയാവായ്പ്, കാരുണ്യം മുതലായ ഗുണങ്ങൾ അധികമുള്ളവരും ഏതെങ്കിലും വിധത്തിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേണ്ട കുട്ടികൾ നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. എല്ലാ സബ്ജക്ട്സിൻ്റെയും യൂണിറ്റിലെ ക്ലാസ്സുകളും
പ്രവർത്തനങ്ങളും നമ്മളുടെ ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.